നമസ്കാരം. എം ഫേവർ പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സിപ്പി നൂറുദ്ദീൻ. പരീക്ഷാ ചോദ്യങ്ങൾ ചോർത്തുകയാണെന്നുള്ള ചില ആരോപണങ്ങൾ അവയെ മുഖവിലയ്ക്ക് പോലും എടുക്കാതെ ഈ കഴിഞ്ഞ LDC തൃശൂർ, പത്തനംതിട്ട, കാസർഗോഡ് എന്നീ 3 ജില്ലകളിലേക്ക് ഇന്നലെ നടന്ന LDC പരീക്ഷകളിൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കംപ്ലീറ്റ് GK കറണ്ട് അഫെയർ ചോദ്യങ്ങളും എം ഫേവറിൽ നിന്നും ചോദിച്ചിരിക്കുകയാണ്. ഞാൻ പറയാറുണ്ട്, ഞങ്ങൾ നൽകുന്നത് മാത്രം കൃത്യമായി പഠിക്കുക, കാട് കയറി ടെൻഷൻ അടിച്ച് അല്ലേ, അതെല്ലാം പരീക്ഷാ ഹാളിൽ നിങ്ങൾ അഫക്റ്റ് ചെയ്യും. പരീക്ഷയ്ക്ക് ഏതാണ് പഠിക്കേണ്ടത്, ചോദ്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ നിങ്ങളുടെ കൈകളിലേക്ക് നൽകുന്ന ഒരു കോഴ്സായിരുന്നു LDC പ്രയാണം കോഴ്സ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് തന്നെ നിങ്ങൾ നോക്കിക്കേ, ഒരുപാട് പേര് നമ്മുടെ കോഴ്സിനെ പറ്റി ഇപ്പോൾ എൻക്വയറി നടത്തുന്നുണ്ട്. നോക്കിക്കേ, മഹിളാ സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റ് ഏത് കറണ്ട് അഫെയർ പുസ്തകത്തിൽ നിന്ന് കാണാൻ സാധിക്കും? നിങ്ങൾ 2000 അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് കൊടുത്ത് മേടിച്ചിട്ടുള്ള റാങ്ക് ഫെയിൽ ഉണ്ടാവുമല്ലോ. അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന അപ്പോളോ പോണിയെ കുറിച്ചുള്ള മണിപ്പൂർ എവിടെ നിങ്ങൾക്ക് കിട്ടും? നിങ്ങൾ 10,000 കൊടുത്ത് ഓഫ്ലൈൻ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ടാവാം, എനിക്കറിയില്ല. ബട്ട് ജീവാനന്ദം കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഉന്നതി സ്വാഭാവികമായിട്ടും കോമൺ ആയിരുന്നു. മായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത്ര കോമൺ അല്ല, റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സണൊക്കെ സിമ്പിൾ കോമൺ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. 1 മാർക്ക് നിങ്ങൾക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അത് മതി. എന്ത് വലിയ കാര്യമാണ് നമുക്ക്, കാരണം ടൈറ്റ് കോമ്പറ്റീഷനാണ്. അപ്പൊ ഇത്തരത്തിൽ GK ഭാഗങ്ങളിൽ നിന്ന് പോലും കൃത്യമായി നമ്മൾ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ വന്നിരിക്കുകയാണ്. ഇനി എത്രയൊക്കെ നൽകിയാലും നിങ്ങളുടെ മൈൻഡ് വളരെ സ്ട്രോങ് ആയിരിക്കണം. പരീക്ഷാ ഹാളിൽ ഇരുന്ന് പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ ആയിരിക്കത്തില്ല പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ചോദ്യ പേപ്പർ എടുത്ത് നോക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുക എന്നുള്ളത്. പരീക്ഷാ ഹാളിൽ അത് ഒന്നാമത്തെ കാര്യം. നിങ്ങളിൽ പലരും ഇപ്പോൾ ഞാൻ പുറത്ത് കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ മാർക്ക് കുറഞ്ഞു പോയ ഉദ്യോഗാർത്ഥികളുടെ ശബ്ദങ്ങളാണ്. അവർ പ്രതീക്ഷിച്ച രീതിയിൽ സർപ്രൈസ് ആയിട്ട് പ്രതീക്ഷിച്ച രീതിയിൽ ചോദ്യങ്ങൾ വന്നില്ല എന്ന് മാത്രമല്ല, സർപ്രൈസ് ആയിട്ട് ചില ഏരിയകളിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ അവരുടെ മാനസികമായിട്ട് അവര് തളർന്നു, പതറി എന്നുള്ളതാണ് സത്യം. ശരിക്കും അത്തരം ചോദ്യങ്ങളെ മാറ്റി നിർത്തിയാൽ പോലും അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയായിരുന്നു. ഇത്തരത്തിൽ സ്കോർ ചെയ്ത ഒരുപാട് പേരുണ്ട്. നല്ല മാർക്ക് മേടിച്ചിട്ടുള്ള നല്ല ചുണക്കുട്ടന്മാരും പെൺകുട്ടികളൊക്കെ കമാന്നൊരു അക്ഷരം മിണ്ടാതെ അങ്ങ് പുറത്ത് കിടക്കുന്ന കളികളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ സേഫ് ആയിരിക്കുമല്ലോ അല്ലേ? നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്ക് നിങ്ങളുടെ റിസർവേഷൻ ആണെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തി താഴെ ഒന്ന് കൊടുക്കുക, ജില്ല ഉൾപ്പെടെ കൊടുക്കുക കേട്ടോ. എല്ലാത്തിനും ഞാൻ നിങ്ങളുടെ സേഫ് സോൺ കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഫഷണൽ കീയും കൂടെ വരുമ്പോഴേക്കും ഞാൻ കൃത്യമായിട്ടുള്ള ഉത്തരം അതിന് നൽകാവുന്നതാണ്. പ്രൊഫഷണൽ കീ വന്നിട്ടുണ്ട്, ഫൈനൽ കീ വന്നതിന് ശേഷമാണ് നമ്മൾ ശരിക്കും ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ കൃത്യമായിട്ട് നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു സേഫ് സോൺ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ആയ സേഫ് സോണിനെ കുറിച്ച് ഞാൻ പറയുന്നതിന് മുന്നായിട്ട് ഇപ്പോൾ നമ്മുടെ LDC പ്രയാണം എന്ന് പറയുന്ന പുതിയ ബാച്ചിൽ ഇത്തരത്തിൽ മുഴുവൻ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ് GK കംപ്ലീറ്റ് സിലബസ്, LDCക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സിലബസ് അവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ബട്ട് എൻ്റെ മക്കളെ, നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് GK നോട്ട് ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് വിട്ട് കളയരുത്. നിങ്ങൾ ഇപ്പോൾ ഉള്ള ലെവൽ, ഇപ്പോൾ 50-55 മേടിക്കുന്നവര് കുറഞ്ഞത് പരീക്ഷയ്ക്ക് 15 അല്ലെങ്കിൽ അത് ഒരു കുറഞ്ഞത് ഒരു 15 മാർക്ക്, കൂടിയത് ഒരു 20 മാർക്ക് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇത് മാത്രം പഠിച്ചാൽ മതി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് കാട് കയറി അങ്ങ് പഠിക്കുക, പഠിത്തം മാത്രമേ ഉള്ളൂ. അപ്പൊ ആവശ്യമുള്ള ഏത് വേണ്ടാത്ത ഏത് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് മനസ്സിൽ പോലും വരുന്നില്ല. അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് പഠിക്കുമ്പോൾ സ്ട്രെസ് കുറയും. ഇനി ഞാൻ പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ എത്രയൊക്കെ പഠിച്ചാലും പൊന്നുമക്കളെ, നിങ്ങൾ ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ PSC നടത്തിയിട്ടുള്ള ഒട്ടനവധി ചോദ്യപേപ്പറുകൾ നിങ്ങൾ എടുത്ത് വിശകലനം ചെയ്യുക, നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്തു നോക്ക്. നിങ്ങൾ കമ്പൈൻഡ് സ്റ്റഡി പോലെ കമ്പൈൻഡ് ആയിട്ടിരുന്ന് ഈ ചോദ്യം ചെയ്യുക, അതൊന്നും വേണ്ട. കമ്പൈൻഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ്
ചുറ്റിന് വരുന്നിട്ട് ആ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്തു നോക്കാം. അതൊന്നും വേണ്ട. ഒറ്റയ്ക്ക് കളിക്കുക, ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുക, ഒറ്റയ്ക്ക് കയറി വേണം. മനസ്സിലായ? ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള ചില നിങ്ങൾ വിചാരിക്കാത്ത പ്രതീക്ഷിക്കാത്ത ഏരിയയിൽ നിന്നൊക്കെ ചില വമ്പൻ ചോദ്യങ്ങൾ വരുമ്പോഴേക്കും അങ്ങ് തകർന്നു പോകും. അത് പരീക്ഷ ഹാളിൽ അങ്ങനെ തകർന്നവരാണ് ഈ പറയുന്ന മാർക്ക് കുറയുന്നത്. ഇത് നമുക്ക് മനസ്സിലാവും. ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ LDC ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ ചിലപ്പോൾ മാത്സ് ആയിരിക്കാം പാട്, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആയിരിക്കാം പാട്. സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിൽ ചിലപ്പോൾ സയൻസ് ആയിരിക്കാം പാട്. അങ്ങനെ ഓരോ വിഭാഗങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ നമുക്ക് പാട്, ഈസി എന്നുള്ള രീതിയിൽ നമ്മൾ വേർതിരിക്കും. എൻഡ് ഓഫ് ദ ഡേ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഭാഗം പാടാകുമ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഈസി ആക്കിക്കൊണ്ട് അത് ബാലൻസ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അല്ലെ? ഉദാഹരണത്തിന് നമ്മുടെ തിരുവനന്തപുരം പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സ് ഒരുവിധം ഈസി ആയിരുന്നു. അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കൂടുതലായിരുന്നു എന്നുള്ളതാണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് കൂടുതലായതുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് അങ്ങ് മുന്നോട്ട് പോയത്, അല്ലേ? ശരിയല്ലേ? അതേസമയം കൊല്ലം LDC എടുത്ത് നോക്കിയേ, കറണ്ട് അഫയർ ചോദ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു. ചോദിച്ച ചോദ്യങ്ങളാവട്ടെ തൊടാൻ പോലും ബുദ്ധിമുട്ടുന്ന ചോദ്യങ്ങൾ കൂടി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റാതെ പോയത്. മാത്സിൽ 1-2 ചോദ്യങ്ങൾ നിങ്ങളുടെ അവിടെയും നിങ്ങളുടെ ബുദ്ധിമുട്ടിന് ഒരു ആക്കം കൂട്ടി മാത്സിന്റെ കാര്യങ്ങളിൽ. പിന്നെ മാത്രമല്ല ഈ കറണ്ട് അഫയർ ചോദ്യങ്ങൾ കുറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാമോ? GK വിഭാഗത്തില് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളുടെ എണ്ണം കൂടും. അവിടെ നമ്മുടെ മനസ്സ് നമ്മളെല്ലാവരും നന്നായിട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് പോയി പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് വരുന്ന ആ ഒരു സമയം, ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ മനസ്സ് എന്തായിരിക്കോ, മനസ്സ് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ കണ്ടാ കറക്കി കുത്തണം, പേടിപ്പിക്കുന്ന സത്യം ദാ കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പേടിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവാം. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വലുതാണെങ്കിൽ അങ്ങ് വിട്ടുകള എന്ന് പറയുന്നവരുണ്ടാവും. എന്നാൽ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് എലിമിനേഷൻ രീതിയിൽ ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ കുഴപ്പിക്കുന്ന അത്തരം ചോദ്യങ്ങൾ ചിലപ്പോൾ ഒരു 3-4 മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വെപ്രാളം കാണിച്ചിട്ട് എന്താ ചെയ്യുക? നിങ്ങൾ നോക്ക്, ഈ പറയുന്ന പരീക്ഷകളിലെല്ലാം കട്ട് ഓഫ് എന്ന് പറയുന്നത് 80 മേലെ ഒന്നും പോകാൻ പോകുന്നില്ല. നിങ്ങൾ ഈ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളെല്ലാം കൂടെ കറക്കി കുത്തി എടുത്താൽ പോലും ഒരു ചോദ്യങ്ങളും 10-ലപ്പുറം വരുന്നില്ല. 10-ലപ്പുറം ചോദ്യങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളായിട്ട് വരുന്നില്ല. പക്ഷേ ഈ 10 ചോദ്യങ്ങൾക്ക് താഴെയുള്ള ഇത്തരം കുഴപ്പിക്കുന്ന കാര്യങ്ങളെ കണ്ടിട്ട് ബാക്കി 90 ചോദ്യങ്ങളെയും നിങ്ങൾ ഒറ്റ സ്റ്റെപ്പിൽ പഠിച്ചതെല്ലാം പ്ലേറ്റ് മറിക്കും. പഠിച്ച കാര്യങ്ങളെല്ലാം ഭയന്ന് പ്ലേറ്റ് മറിക്കും. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരിക്കലും 100 മാർക്ക് നേടാൻ സാധിക്കത്തില്ല, 90 മേടിക്കാൻ സാധിക്കത്തില്ല. ഇനിയിപ്പോ 70-75 മാർക്കൊക്കെ വാങ്ങുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ 15-20 സ്പോർട്സ് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കയറിയെന്ന് വരും. 95 സ്പോർട്സ് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ കയറിയെന്ന് വരും. അല്ലാതെ നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിലെടുപ്പോൾ 90 ആരും മേടിക്കാൻ പോകുന്നില്ല. 80 മേലെ വരുന്നവർ ചിലപ്പോൾ വളരെ കുറവായിരിക്കും. 70 മേലെ ആയിരിക്കാം ആദ്യ അഡ്വൈസിൽ ജോലി കിട്ടുന്നത്. 60-70 ഇടയിലുള്ള കുട്ടികളായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് അവനോ എന്നുള്ള രീതിയിൽ ചിന്തയിൽ നിൽക്കുന്നത്, ലിസ്റ്റിൽ വന്നാൽ തന്നെ ജോലി കിട്ടാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോ വെറും ഒരു 5-10 ചോദ്യങ്ങൾ ഒരു ബുദ്ധിമുട്ടായി എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പൊ ഈ പറയുന്ന LDC തൃശ്ശൂർ, പത്തനംതിട്ട, കാസർഗോഡ് നോക്കിയേ, മലയാളം എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രതീക്ഷിച്ചത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും എല്ലാം കയറി വരും എന്നുള്ള ചിന്ത. അവിടെ 1-2 ചോദ്യങ്ങളെ അവിടെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളൂ നിങ്ങൾ. ഇംഗ്ലീഷും അത്യാവശ്യം ഈസി ആയിരുന്നു. മാത്സിൽ 1-2 ചോദ്യങ്ങൾ മാത്രം, അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് 3-4 ചോദ്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ ബാക്കി ഭാഗങ്ങൾ GK ഒക്കെ വളരെ ഈസിയാക്കി മാറ്റി. കറണ്ട് അഫയേഴ്സിൽ വന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് പലർക്കും തൊടാൻ പറ്റിയില്ല. അപ്പൊ അവിടെയാണ് പറയുന്നത്, നമ്മൾ നൽകുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. അത് പരീക്ഷയ്ക്ക് വരും എന്ന് ഉറപ്പോടുകൂടിയാണ് LDC എന്നല്ല, നമ്മൾ ഇനി നടന്നുകൊണ്ടിരിക്കുന്ന LSJ സെക്രട്ടറി മെയിൻസ് ആയാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയായാലും നമ്മൾ തരുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് വന്നിരിക്കുമെന്നുള്ള 100% ഉറപ്പ് അത് പബ്ലിക്കായിട്ട് ഞാനേ പറയുന്നുള്ളൂ. വേറെ ഏത് സ്ഥാപനങ്ങൾ പറയും? വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, അവരെ തന്ന പല കാര്യങ്ങളും വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആരും അവരെ പരാതി പറയാനോ പിടിക്കാനോ ഇടിക്കാനോ പോകുന്നില്ല. ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ മാത്രമേ ഞാനിവിടെ ചോദ്യങ്ങൾ അത് എവിടെ നിന്ന് വന്നു, എങ്ങനെ
എങ്ങനെ ഒപ്പിച്ചു? അതൊന്ന് നിങ്ങൾ എന്താണ് വന്നിട്ടില്ലെങ്കിൽ അതിനുള്ള ഉത്തരങ്ങൾ വരാത്തെന്താ ഉത്തരം തരാം. സോ വന്നിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം വേറെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മളെ മാനസികമായിട്ട് തീർക്കുക എന്ന് പറയുന്നത് ചില ആളുകൾ വിചാരിക്കും, പക്ഷെ നമുക്ക് നല്ല തൊലി കെട്ടിയ മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, LDC ഇന്നലെ എഴുതിയ പരീക്ഷ അത്യാവശ്യം നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളുണ്ട്. എങ്കിൽ കൂടിയും ഈ കഴിഞ്ഞ LDC പരീക്ഷകളിൽ മിക്ക ജില്ലകൾ എടുത്തു നോക്കിയാലും 60ന്റെ മേലെ ആയിരിക്കും കട്ട് ഓഫ്. 60ന്റെ മേലെ ആയിരിക്കും കട്ട് ഓഫ്. എങ്ങാനും ഫൈനൽ കീയിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ഡിലീഷൻസ് കൂടിയാൽ മാത്രമേ 1-2 ജില്ലകളിൽ 60ന് താഴെ വരികയുള്ളൂ. അങ്ങനെ ഒരുപക്ഷെ വന്നേക്കാം എന്നുള്ള ജില്ലയാണ് കാസർഗോഡ്. അത് ഉറപ്പില്ല. കാരണം ഈ പറയുന്ന രീതിയിൽ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട്. നിങ്ങൾ നോക്കും, അപേക്ഷകരുടെ എണ്ണം കുറവല്ലേ, വന്ന് എഴുതിയ കുട്ടികളുടെ എണ്ണം കുറവല്ലേ, പക്ഷെ വന്ന് എഴുതിയ കുട്ടികൾ നല്ലൊരു ശതമാനം നല്ല കിടുക്കാച്ചി പിള്ളേരാണ്, പാടിച്ച് നല്ല തെളിഞ്ഞു നിൽക്കുന്ന പിള്ളേരാണ്. അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം എഴുതിയിട്ട് പോയാൽ കിട്ടുകൂടെ? കട്ട് ഓഫും കടന്ന് ജോലി. അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം കൊടുത്താൽ. ഇനി അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ലോജിക് ഉപയോഗിച്ച് എലിമിനേഷൻ മെത്തേഡിലൂടെ കണ്ടെത്തിയാൽ തന്നെ 3-4 മാർക്ക് എക്സ്ട്രാ കിട്ടും. ആ 3-4 മാർക്കിന് വേണ്ടിയിട്ട് എന്തോ വലിയ സംഭവമാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു മാർക്ക് കൂടിയാലും നിങ്ങളുടെ തലവര മാറും എന്നുള്ള കാര്യം നിങ്ങൾ അറിയാതെ പോകരുത്. മനസ്സിലായോ? ഇനി കറക്കി കുത്തി നിങ്ങളെ ഇപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് പലരും കയറി കുത്തി മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ 60ന് താഴെ വന്നിട്ടുള്ളൂ. നിങ്ങൾ നോക്കിയേ, ശരിയല്ലെങ്കിൽ പറഞ്ഞ് കറക്കി കുത്തി മാർക്ക് കുറഞ്ഞിട്ടുള്ളവരാണ് 60ന്റെ മേലെ വന്നിരിക്കുന്നത്. ഇനി 65 റേഞ്ചിൽ വന്നിരിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ അടുത്ത് വെച്ചാൽ അറിയാം, ഒരുപക്ഷെ എനിക്ക് 70ന് മേലെ അല്ലെങ്കിൽ 68 70 കിട്ടുമായിരുന്നു സാർ, പക്ഷേ എനിക്ക് നെഗറ്റീവ് കൂടി. എന്തിനാ നെഗറ്റീവ് കൂടുന്നത്? സമ്മർദ്ദം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷ ഹാളിലിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എനിക്ക് പാടാണെങ്കിൽ മറ്റവനും പാടായിരിക്കും, അതുകൊണ്ട് ആർക്കും കിട്ടാൻ പോണില്ല എന്ന് ചിന്തിക്കുക. വിട്ടുകളയാ. ഞാൻ ഈ പറയുന്ന ലോജിക് ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റിയാൽ ഓക്കെ, അല്ലെങ്കിൽ വിട്ടുകളയാ. ആ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല എന്ന് ചിന്തിക്കുക. അല്ല, ആ ക്വസ്റ്റ്യൻ കിട്ടിയില്ല, അത് മറ്റേ അവിടെ കറക്കി കുത്തി ശരിയാക്കുക, ഞാൻ ബാക്കിലാവും, ഇങ്ങനെയൊക്കെ വെച്ച് കറക്കി കുത്താൻ അത് ചിലപ്പോൾ അത് ശരിയായിരിക്കാം. അവൻ കറക്കി കുത്തി അവന്റെ ഉത്തരം കണ്ടെത്തും. അപ്പൊ അതേപോലെ 10-30 ചോദ്യങ്ങൾ കറക്കി കുത്തിയിട്ട് അവന്റെ അവസാന മാർക്ക് നോക്കുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. എങ്ങനെ മനസ്സിലായോ? അതുകൊണ്ട് പൊന്നു മക്കളെ, നിങ്ങൾ എപ്പോഴും ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കണം. നിങ്ങളുടെ കഴിവിൽ കോൺഫിഡന്റ് ആയിരിക്കണം. ഇനിയുള്ള ജില്ലക്കാര് ശ്രദ്ധിക്കണം, പരീക്ഷ എഴുതുന്നതിന് മുന്നേ തന്നെ, എക്സാം ഹോളിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ മിനിമം ഒരു 10-25 ചോദ്യ പേപ്പറുകൾ ചെയ്തു പോവാം. അത്തരത്തിൽ ആൻസർ മാർക്ക് ചെയ്തിട്ടുള്ള നിരവധി ചോദ്യ പേപ്പറുകൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഞാൻ ഇന്ന് രാത്രി കൂടി ആഡ് ചെയ്യാം, ഒരുപാട് ആഡ് ചെയ്യാം. നമ്മുടെ എംഫേവർ കേരള PSC എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. 1 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികളുള്ള ചാനലാണ്. അതിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക്, എനിക്ക് വയ്യ ക്ലാസ് ചെയ്ത് ഇതായതാ, തൊണ്ട പോയതാ, അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റാതെ ഇന്ന് വന്ന് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു നോക്കുക. മാറും, ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ടാവും കേട്ടോ. പിന്നെ താല്പര്യമുള്ളവർ മാത്രം ഈ പറയുന്ന രീതിയിൽ ഒരു അഷുറൻസ് ആണ്. ഒരു ആവറേജ് സ്റ്റുഡന്റിന് 70 മുതൽ 75 മാർക്ക് വരെ നേടാൻ സാധിക്കും. അത്തരത്തിലുള്ള പരീക്ഷാ ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാടുപെടുന്നത്. മനസ്സിലായോ? നമ്മുടെ ടീമും. അപ്പോൾ എല്ലാവരും ആശംസകളും. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ സേഫ് സോൺ എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ 60 മാർക്കിന് മേലെയുള്ളവർ തന്നെയാണ്. 60 മാർക്കിന് മേലെയുള്ളവർ തന്നെയാണ്. ഇപ്പൊ പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ, ഇതിപ്പോ ഞാനിപ്പോ സേഫ് സോൺ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ മാർക്കിന്റെ സർവേ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാർക്കുള്ള കുട്ടികളുണ്ടല്ലോ, സത്യം പറയല്ലോ, മാർക്കുള്ള കുട്ടികൾ, അവരെ നല്ല മാർക്കുള്ള കുട്ടികളൊന്നും പുറത്തേ പറയത്തില്ല, കണ്ണുപിടുന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ മാർക്കില്ലാത്ത കുട്ടികളുടെ ശബ്ദമാണ് പുറത്ത് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര പാടാ. ബട്ട് ടു ബി ഫ്രാങ്ക്, നമ്മുടെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ കുട്ടികൾ വിചാരിച്ച രീതിയിൽ ഉള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ പരീക്ഷകളെ വെച്ച് നോക്കുമ്പോൾ മലയാളത്തിൽ സംഭവിച്ചിട്ടില്ല, അതുപോലെ തന്നെ മാത്സിൽ സംഭവിച്ചിട്ടില്ല. അതൊക്കെ കൊണ്ട് ഇതിനെ കമ്പാരിറ്റീവ്ലി ടഫ് ആണെന്ന് പറഞ്ഞാൽ കൂടിയിട്ടും മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഒരു ഭാഗം ടഫ് ആകുമ്പോൾ മറ്റു ഭാഗങ്ങൾ അതിനെ ഈസി ആക്കിക്കൊണ്ട് ഈസി ടു മീഡിയം ലെവലിലാക്കിക്കൊണ്ട് അതിനെ ബാലൻസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ
നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. ഇനി പഠിക്കാൻ പോകുന്നവർ, ഞാൻ വീണ്ടും പറയുന്ന റെപ്പറ്റീഷൻ നല്ലതല്ല ഈ ഒരു കാര്യത്തിൽ. ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ചോദ്യങ്ങളെ പറ്റിയുള്ള പേടി ഒഴിവായി കിട്ടും. അല്ല ചുമ്മാ പടി നിങ്ങൾ ഇപ്പൊ പഠിച്ചതൊക്കെ തന്നെ മതി. ഇപ്പൊ 7-ാം തീയതി പരീക്ഷ ഉണ്ടോ, നിങ്ങൾ ഇനി ഒന്നും കൂടുതലായിട്ട് പഠിക്കണ്ട. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് മാറ്റം ഉണ്ടോ. താങ്ക് യു.